CPIM എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് രാഹുൽ ഗാന്ധിയുടെ ആദരണീയനായ പിതാവിൻ്റെ മാതാവിൻ്റെ അച്ഛൻ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ എങ്ങനെയാണ് ടാറ്റയും ബിർളയും ഇന്ത്യ രാജ്യത്തെ സമ്പന്നന്മാരായി തീർന്നത്, പിന്നീട് എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അവർ കുത്തകളായി തീർന്നത്, പിന്നീട് രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് അംബാനി എന്ന പ്രതിഭാസം ഉണ്ടായത്, ഇതൊക്കെ തന്നെ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ പാർലമെൻറ്റിൽ ഇടതുപക്ഷ നേതാക്കന്മാർ നടത്തിയ പ്രസംഗങ്ങൾ വായിച്ചിട്ടാവും വർദ്ധിത ആവേശത്തോടു കൂടി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്നത് അവതരിപ്പിച്ചിട്ടുണ്ടാവുക. അതിന് വേണമെങ്കിൽ അദ്ദേഹത്തോട് നന്ദി പറയാം. കാരണം ഞങ്ങൾ ഇടതുപക്ഷക്കാരെന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം ഇവിടെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഞങ്ങൾ ഉയർത്തുന്ന ആശയം ഈ രാജ്യത്ത് ആരുയർത്തിയാലും അത് ഞങ്ങൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. പക്ഷേ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ചർച്ചയിൽ പറയാൻ ഉദ്ദേശിച്ചല്ലെങ്കിലും ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞപ്പോൾ ഞാനത് ഓർപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. കർണാടകത്തിലൊരു നിയമം കൊണ്ടുവന്നു. എന്താണ് നിയമം? അവിടുത്തെ IT മേഖലയിൽ ജോലി സമയം 14 മണിക്കൂറാക്കാനുള്ള നിയമ ഭേദഗതി. CIT യുടെ സമരത്തിലാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് കർണാടകത്തിലെ ഗവൺമെൻറ്റിൻ്റെ മേലെ എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ സ്വന്തം മന്ത്രിസഭയുടെ താല്പര്യങ്ങളിലെങ്കിലും പ്രതിഫലിക്കണമെന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള എൻ്റെ വിയോജിപ്പോടു കൂടിയ അഭിപ്രായം. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം അത് നരേന്ദ്രമോദിയെ BJP എങ്ങനെ അസ്വസ്ഥമാക്കിയെന്നതിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സന്തോഷത്തോടെയാണ് ഞാനത് കാണുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരുന്ന 3-4 വാക്കുകളുണ്ട്. ഒന്നാമത് തരം താണത്, രണ്ടാമത് നിലവാരമില്ലാത്തത് തുടങ്ങിയ കുറേ വാക്കുകൾ. സത്യത്തിൽ ഇതെല്ലാം ബാധകമായ ഒരാളല്ലേ നരേന്ദ്രമോദി? ആ നിലവാരമില്ലായ്മ കൊണ്ടല്ലേ ഇന്ത്യ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് അറ്റപ്പറ്റയെങ്കിലും NDAക്ക് സീറ്റ് കിട്ടിയത്? നുഴഞ്ഞു കയറ്റക്കാരെന്നും സന്താനോൽപാദന ഫാക്ടറി നടത്തുന്നവരെന്നൊക്കെ പറഞ്ഞ് ഒരു മതവിഭാഗത്തെ കടന്നാക്രമിക്കുന്ന ഏറ്റവും തെറ്റായ പ്രയോഗം തിരുത്തിയോ? അപ്പോൾ പാർലമെൻറ്റിൽ നിലവാരം വേണം, പാർലമെൻറ്റിലെ വർത്തമാനങ്ങൾക്ക് നിലവാരം വേണം, ചട്ടവട്ടങ്ങൾ വേണം. നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനകത്ത് പാകിസ്ഥാൻ ഇടപെടുന്നു എന്ന് പറയാം. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു ഇന്ത്യയിലെ തന്നെ ഒരു പ്രത്യേക സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാം. അതിൻ്റെ ഭാഗമായി കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നിയമം നോക്കണം. അതാണല്ലോ BJP പറയണത്. ആ ന്യായം തീരെ മനസ്സിലായില്ല. ഇനി രണ്ടാമത് അംബാനി അദാനിയെക്കുറിച്ചും പാർലമെൻറ്റിൽ പറയരുത്, അത് ന്യായം മനസ്സിലായി. തെരഞ്ഞെടുപ്പിൽ പറയാമോ? ഇതേ നരേന്ദ്രമോദിയാണ് കോൺഗ്രസിനോടൊരു ചോദ്യം ചോദിച്ചത്. അംബാനിയും അദാനിയും ലോറികളിൽ കയറ്റി നിങ്ങളുടെ ആഫീസിൽ കൊണ്ട് കള്ളപ്പണം തന്നോ? ചോദിച്ചത് പ്രധാനമന്ത്രിയാണ്. ആരെക്കുറിച്ചാണ്? അദാനിയുടെ വിമാനത്തിൽ കയറിയാണ് നരേന്ദ്രമോദി ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റ് കാണാൻ വന്നത് 2014. പാർലമെൻറ്റിന് മുന്നിൽ വന്ന അദ്ദേഹം പാർലമെൻറ്റിൽ കുമ്പിട്ടിട്ട് അകത്തോട്ട് കയറുമ്പോൾ ആ വിമാനം അദാനിയുടെ വിമാനമായിരുന്നു. അതുകൊണ്ട് അദാനിയുടെ വിമാനത്തിൽ കയറി ഡൽഹിയിൽ വന്ന നരേന്ദ്രമോദി ആ അദാനിയോടൊപ്പമാണ് ഇന്ത്യ രാജ്യത്തെ തീരെഴുതി നിൽക്കുന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. അത് ഫാക്റ്റാണ്, സത്യമാണ്. ഇനി നമ്മൾ അംബാനിയെക്കുറിച്ച് പറഞ്ഞാലോ? നരേന്ദ്രമോദി ഫ്രാൻസിൽ പോയപ്പോൾ എങ്ങനെയാണ് അംബാനി വന്നത് ആ വണ്ടിയിൽ? നരേന്ദ്രമോദി ഇന്തോനേഷ്യയിൽ പോയപ്പോഴും ഓസ്ട്രേലിയയിൽ പോയപ്പോഴും വിമാനത്തിൽ എങ്ങനെയാണ് അദാനി വന്നത്? അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ കൂട്ടുകച്ചവടം ഈ 10 കൊല്ലമായി നടത്തിയ ഒരു നരേന്ദ്രമോദി, ആ മോദിയുടെ ചെയ്തികളെക്കുറിച്ച് പാർലമെൻറ്റിൽ MPമാർ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ നിങ്ങൾ നേതാക്കന്മാർ BJPയുടെ നേതാക്കന്മാർ വളരെ ജാഗ്രതയോടെ പറയുമ്പോൾ നിങ്ങൾ ഈ ചെയ്തികൾക്കാണ് മറുപടി പറയേണ്ടത്. ശരി, ഓക്കെ, ഞാൻ പറയാം. ഇന്ത്യ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഈ സ്പീച്ചിലേക്ക് അതിനുശേഷം എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരാം.